ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. സർവമത സമ്മേളനം ഒരു നൂറ്റാണ്ടായി ആലുവ അദ്വൈതാശ്രമത്തിൽ മഹാശിവരാത്രി നാളിൽ മുടക്കമില്ലാതെ നടന്നു വരികയാണ്. അതിൻ്റെ പ്രാരംഭം കുറിച്ചത് ഗുരുദേവ നിർദ്ദേശപ്രകാരം 1924 ശിവരാത്രിക്ക് സംഘടിപ്പിച്ച സർവമത സമ്മേളനമാണ്. അതിൻ്റെ ശതാബ്ദി വർഷമായിരുന്നു കടന്നുപോയത്. ആ സമ്മേളനത്തിൻ്റെ പൊരുളും ചരിത്ര പശ്ചാത്തലവും പ്രസക്തിയുമെല്ലാം നാനാവശത്തോടെ നോക്കിക്കാണുന്ന പ്രഭാഷണങ്ങളും ലേഖനങ്ങളും ഗ്രന്ഥങ്ങളുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഏറെക്കുറെ അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭ്യമാവുകയുണ്ടായി. ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നാണ് തോന്നുന്നത്. ആ സമ്മേളനത്തെക്കുറിച്ചൊരു വിവരണമല്ല ഇവിടെ നൽകുന്നത്. ആ സമ്മേളനത്തെ, അതിൻ്റെ പശ്ചാത്തലത്തെ ഒന്ന് സ്പർശിക്കുകയാണ്. ഇവിടെ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് നിയുക്തനായത് ദിവ്യശ്രീ സത്യവ്രത സ്വാമികളായിരുന്നു. 1924 സ്വാമികൾ അദ്വൈതാശ്രമത്തിൻ്റെ കാര്യദർശിയായി പ്രവർത്തിക്കുകയായിരുന്നു. ഒരു വേള തൻ്റെ അനന്തരഗാമിയായ ബോധാനന്ദ സ്വാമികളോടും സത്യവ്രത സ്വാമികളോടും സഹോദരൻ അയ്യപ്പനോടും മറ്റും അവിടുന്ന് കൽപ്പിക്കുകയുണ്ടായി, ഇങ്ങനെയൊരു സർവമത സമ്മേളനം നടത്തണമെന്ന്. അപ്പം അതിന് ഏതാണ്ട് ഒരു 1.5 മാസത്തെ സാവകാശമേ സ്വാമികൾക്ക് ലഭിച്ചുള്ളൂ.
ഈ നിർദ്ദേശം കൊടുത്ത് സ്വാമികൾ മറ്റൊരു ദൗത്യവുമായി സഞ്ചാരത്തിന് പുറപ്പെട്ടു. കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലായി അവിടുന്ന് സഞ്ചരിച്ചത് താൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ശിവഗിരി മാതൃകാ പാഠശാലയ്ക്ക് ധന സംഭരണം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പം അതിൽ അവിടുന്ന് പൂർണ്ണമായും മുഴുകിക്കഴിയുകയാണ്. സത്യവ്രത സ്വാമികൾ സാധാരണ പോലെ ഇതിനൊരു സംഘാടക സമിതി രൂപീകരിച്ചു. ഇതിനെക്കുറിച്ച് പത്രങ്ങളിൽ പരസ്യമൊക്കെ ചെയ്തു. ഇതിൽ പങ്കെടുക്കുവാനുള്ള വിശിഷ്ടാതിഥികളെയൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഏതാണ്ട് 5 ദിവസം മുമ്പ് മാത്രമാണ് കൊല്ലം ഭാഗത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന തൃപ്പാദങ്ങളെ സ്വാമികളുടെ നിർദ്ദേശപ്രകാരം ശ്രീ കോട്ടുകോയിക്കൽ വേലായുധൻ മാസ്റ്റർ പോയി കൊണ്ടുവരുന്നത്. അവിടുന്ന് എത്തി അതിൻ്റെ ഒരുക്കുകളെല്ലാം കണ്ട് തൃപ്തിപ്പെട്ടു. അത് നടക്കുന്ന അദ്വൈതാശ്രമം ഏതാണ്ട് 1913 പ്രവർത്തന സജ്ജമായതെങ്കിലും അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൃപ്പാദങ്ങൾക്ക് അവിടം പരിചിതമായിരുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും അവിടെ സന്നിധാനം ചെയ്യുകയുമുണ്ടായി. 1906 ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ സംസ്ഥാപനത്തിനായി അതിൻ്റെ കുറ്റിവയ്ക്കുന്നതിന് അവിടുന്ന് ആദ്യമായി മലബാറിലേക്ക് പുറപ്പെട്ടപ്പോൾ ഇന്ന് അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തുള്ള ഒരു കെട്ടിടത്തിലാണ് തങ്ങിയത്. അവിടെ വെച്ചാണ് അവിടുത്തേക്ക് ഒരു അതികഠിനമായ അതിസാരം പിടിപെടുന്നതും അത് ഗുരുദേവന്റെ ജീവൻ എടുക്കുമെന്ന് തന്നെ അലോപ്പതി ഡോക്ടർമാർ വരെ വിധി എഴുതിയതും ആ അന്ത്യനിമിഷത്തിനായി എല്ലാവരും കാത്തിരുന്നതും. പക്ഷേ അവിടുത്തേക്കൊന്നും സംഭവിച്ചില്ല. അവിടുന്ന് അത്ഭുതകരമായി അതിൽ നിന്ന് വിമുക്തനായി പാലക്കാട്ടേക്ക് പോയി. അവിടെ അല്പം ചികിത്സ തേടി സൗഖ്യമായതിന് ശേഷമാണ് തലശ്ശേരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് 1906 ഓർക്കണം. അന്ന് തൃപ്പാദങ്ങൾക്ക് വിശ്രമിക്കുവാൻ ഇടമൊരുങ്ങിയ ആ സ്ഥലമാണ് 1912 തൃപ്പാദങ്ങൾ അദ്വൈതാശ്രമ സ്ഥാപനത്തിനായി വാങ്ങുന്നത്. അതിനു മുമ്പും 1903 SNDP യോഗം സ്ഥാപിച്ചതിന് ശേഷം ജനുവരിയിൽ തന്നെ അവിടുന്ന് വടക്കോട്ടൊരു യാത്ര ചെയ്ത് മൂത്തകുന്നം, പറവൂർ, ആലുവ വഴി ആലപ്പുഴയ്ക്ക് പോയി
അങ്ങനെ ശിവരാത്രിയാകുമ്പോഴേക്കും അരുവിപ്പുറത്ത് മടങ്ങിയെത്തുകയുണ്ടായി. ആ സഞ്ചാരത്തിൽ അവിടുന്ന് ചെയ്ത വലിയ ദൗത്യം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിലേക്ക് അംഗങ്ങളെ ചേർക്കുകയായിരുന്നു. തൃപ്പാദങ്ങൾ തന്നെ അതിന് ഇറങ്ങി പുറപ്പെട്ടു എന്ന് ഓർക്കുക. ആലുവ ഗുരുവിനെ അതുപോലെ നേരത്തെ തന്നെ ആകർഷിച്ചിരുന്നു. അദ്വൈതാശ്രമ സ്ഥാപനത്തോടെ അവിടുന്ന് അവിടെ നിത്യസാന്നിധ്യം ചെയ്തു. തൃപ്പാദങ്ങൾ എവിടെയാണോ സന്നിധാനം ചെയ്യുന്നത് അവിടേക്കാകും ആളുകൾ ദർശനത്തിനായും ഉപദേശങ്ങൾക്കായും മറ്റും എത്തിച്ചേരുക. അവിടം തീർത്ഥാടന സ്ഥാനമായി മാറുകയും ചെയ്യും. അവിടെ ശിവരാത്രി കാലം വന്നു. ആലുവ ശിവരാത്രി വളരെ പ്രസിദ്ധമാണ്. അവിടേക്ക് ആളുകൾ നാനാദേശത്തു നിന്നും ഒഴുകിയെത്താറുണ്ട്. ആ ആലുവ ശിവരാത്രി അത് പൊതുവെ നാടിൻ്റെ ഒരു വികാരം തന്നെയാണ്. അതിന് നേരെ മറുകരയിലുള്ള അദ്വൈതാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തൃപ്പാദങ്ങൾ അക്കരെയുള്ള മണപ്പുറത്തേക്ക് നോക്കിയിരിക്കും. ആളുകൾ ഒഴുകിയെത്തുന്നതും സ്നാനം ചെയ്യുന്നതും അവരിങ്ങനെ ഒഴുകി ഒഴുകി നീങ്ങുന്നതും ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നതും ഇതവിടുന്ന് നോക്കിയിരുന്ന് രസിക്കാറുണ്ടായിരുന്നു. ഗുരുവിൻ്റെ നിഴല് പോലെ അവിടുത്തെ അനുചരന്മാർ പിന്നിലുണ്ടാവും. ഒരു വേള അവിടുന്ന് ശിഷ്യഗണങ്ങളോട് കൽപ്പിച്ചത് ഇങ്ങനെ ആളുകൾ എത്തുമ്പോൾ അവരോട് നല്ല നല്ല മത തത്വങ്ങൾ പറഞ്ഞു കൊടുക്കണം. തൃപ്പാദ സാന്നിധ്യവും ആലുവയിലുണ്ട് എന്ന് അറിയാവുന്ന സ്വജനങ്ങളും അല്ലാതെ തന്നെ തൃപ്പാദങ്ങളിൽ വിശ്വാസമുള്ള മറ്റ് ജനങ്ങളും ആലുവയിലെത്തുമ്പോൾ തൃപ്പാദങ്ങളെ കൂടി ദർശിക്കാം എന്ന ഒരു കണക്കുകൂട്ടലിലോ കൂടിയായിരിക്കും വരിക. അങ്ങനെ അദ്വൈതാശ്രമവും ശിവരാത്രി നാളിൽ ജനനിബിഡമാകാറുണ്ട്. അപ്പം അങ്ങനെ എത്തുന്ന ആളുകളോട് മത ഉപദേശങ്ങൾ നൽകണമെന്നാണ് തൃപ്പാദങ്ങളുടെ കൽപ്പന. ഇത് അദ്വൈതാശ്രമ സ്ഥാപനത്തോടെ തന്നെ തുടങ്ങിയെന്നാണ് കരുതേണ്ടത്. അവിടേക്ക് വരുന്ന ആളുകൾ അവിടെയുള്ള ആ പരിമിതമായ സ്ഥലത്ത് ഒത്തുചേരും. പ്രഗത്ഭരായ ശിഷ്യന്മാരുണ്ട്. അവരുടെ മതപ്രസംഗങ്ങളുണ്ടാവും. അന്നത്തെ കാലത്ത് പ്രസംഗങ്ങൾക്കൊക്കെ കാതുകൊടുക്കുക, എത്ര നേരം വേണമെങ്കിലും അതിനോട് സഹകരിക്കുക, ഇത് ആളുകളുടെ ഒരു വിനോദം കൂടിയായിരുന്നു. ആർക്കും അത് മുഷിയില്ല. അപ്പൊ ഇത് ഏതാണ്ട് ശിവരാത്രി കടന്നു പോകുവോളം നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ കൂടുതൽ അറിവ് കിട്ടുന്ന ഒരിടം കൂടിയായി
അദ്വൈതാശ്രമം സർവമത സമ്മേളനത്തിനും എത്രയോ മുമ്പ് തന്നെ ആയിക്കഴിഞ്ഞിരുന്നു. അതിന് ഒരൗപചാരികതയൊന്നുമില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പശ്ചാത്തലം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. സർവമത സമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായി സത്യവ്രത സ്വാമികൾ തൻ്റെ ആ സ്വാഗത വചനങ്ങളിലൂടെ വെളിവാക്കുന്നുണ്ട്. ഇരുന്ന് ചിന്തിക്കാനുള്ള ഏറെ വകകൾ നൽകുന്നതാണ് ആ സ്വാഗത വചനങ്ങൾ. ഇത് അപ്പോ തോന്നിയത് പറയുക എന്നതല്ലായിരുന്നു. അന്നത്തെയൊക്കെ പ്രസംഗങ്ങളുടെ പ്രത്യേകത, പ്രത്യേകിച്ചും അധ്യക്ഷ പ്രസംഗങ്ങളും ഈ സ്വാഗത പ്രസംഗങ്ങളും മറ്റും കാലയെ കൂട്ടി എഴുതി തയ്യാറാക്കുമായിരുന്നു. നോക്കണം എത്ര നല്ല വാഗ്മികളായിരുന്നു എന്നുള്ളവർ. എങ്കിലും എഴുതി തയ്യാറാക്കി അത് തൃപ്പാദങ്ങളുടെ മുമ്പിൽ അവിടുന്ന് ആവശ്യപ്പെട്ടിട്ടല്ല, എങ്കിലും അവിടുത്തെ മുമ്പിൽ ഇത് വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. എന്തെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ തൃപ്പാദങ്ങളുടെ നിർദ്ദേശപ്രകാരം അതുകൂടി വരുത്തിക്കൊണ്ടാണ് അത് അവിടെ പ്രഖ്യാപനം ചെയ്തിരുന്നത്. പല പ്രസംഗങ്ങളും ഈ അച്ചിട്ട് നേരത്തെ തന്നെ വിതരണം ചെയ്യുമായിരുന്നു. ഈ പ്രസംഗം CV കുഞ്ഞിരാമനാണ് തയ്യാറാക്കിയതെന്ന് പറയപ്പെടുന്നു. അത് സ്വാമി തൃപ്പാദങ്ങൾക്ക് നന്നായി ബോധിച്ചു, അതിനെ അനുഗ്രഹിച്ചു. ഗുരുവിൻ്റെ പ്രതിപുരുഷനായ സത്യവ്രത സ്വാമികളിൽ കൂടെ തന്നെയാണ് ആ സദസ്സിനെ വരവേറ്റുകൊണ്ടുള്ള സ്വാഗത പ്രസംഗം നടത്തുന്നത്. അവിടുന്ന് ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, ഈ ശിവരാത്രിയെപ്പറ്റി. ശിവമെന്ന് പറഞ്ഞാൽ ജീവനാണ്, ചൈതന്യമാണ് എന്നൊക്കെ നമുക്കറിയാം. ശിവം പോയാൽ ശവമാകുമെന്നും നമ്മൾ ആലങ്കാരികമായി പറഞ്ഞു പോരാറുണ്ട്. ഇപ്പൊ ശിവരാത്രി അതൊരു ചൈതന്യവത്താക്കുന്ന ഒരു രാത്രി ആയിരിക്കണം. ശിവചൈതന്യം എല്ലാ ചരാചരങ്ങളെയും ജീവജാലങ്ങളെയും ഉണർത്തുന്ന ഒരു ദിവ്യരാത്രി. അവിടെ വളരെ കരുതലോടെയുള്ള ഒരു ഭാഷയിൽ സത്യവ്രത സ്വാമികൾ പറയുന്നത്, നമുക്ക് ജീവനുള്ള ശരീരം കാണുമ്പോൾ സന്തോഷമാണ്, അതേസമയം മൃത ശരീരം കാണുന്നതോ അത് അല്പം ഭീകരം കൂടിയാണ്. ഏതാണ്ട് അതുപോലെ ആയി തീർന്നിരിക്കുന്നു ചില അനുഷ്ഠാനങ്ങൾ. ശിവരാത്രി ഉദ്ദേശിച്ചാണ് പറയുന്നത്. ശിവരാത്രി എന്ന് പേരേ ഉള്ളൂ, പക്ഷേ ജീവനുള്ള ശവവും ജീവനുള്ള മനുഷ്യനും ആ ജീവൻ പോയ അയാളുടെ ജഡവും പോലെയുള്ള വ്യത്യാസമായിരിക്കുന്നു ഈ പൗരാണിക സങ്കല്പവും ഇപ്പോഴത്തെ ശിവരാത്രിയും തമ്മിൽ എന്ന് സ്വാമികൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തായിരുന്നു? അവിടെ അങ്ങ് ദുഷിച്ചു. എങ്ങനെ? ഇപ്പൊ അക്കാലത്ത് മതപരിവർത്തനം വലിയൊരു വിഷയമായിരുന്നു. കഴിയുന്നിടത്തോളം ഈ മറ്റ് മതസ്ഥരെ പരിവർത്തനം ചെയ്ത് തങ്ങളുടെ മതത്തോട്ട് ചേർക്കുവാൻ, അതിൽ ഏറ്റവും കൂടുതൽ
പ്രയത്നിച്ചിരുന്നത് ക്രിസ്ത്യാനികളാണ്. ഇപ്പൊ ഏതാനും വർഷം മുമ്പ് മലബാർ മാപ്പിള ലഹള നടക്കുകയുണ്ടായി. അത് ഒരു വലിയൊരു മതപരിവർത്തന തേരോട്ടം കൂടിയായിരുന്നു. അതിന് വഴങ്ങാത്തവരെ നിഷ്ഠൂരമായി കൊല്ലുകയും ചെയ്തിരുന്നു. മതം മനുഷ്യനെ നന്നാക്കുന്നതാണ്, അഥവാ നന്നേക്കേണ്ടതാണ് എന്നാണ് സങ്കല്പം. അത് മനുഷ്യന്റെ സമാധാനമാണ്, ആശ്വാസമാണ്. അത് ജീവിതത്തിൻ്റെ വെളിച്ചമാണ്. ഈ സങ്കല്പങ്ങളെല്ലാം മാറിപ്പോയി. അതിൻ്റെ ഒരു ഭീകര രംഗമായിരുന്നു മലബാർ മാപ്പിള ലഹള. ഇനി ആ ലഹള നടക്കാത്തിടത്തോ ഇതിലും കഷ്ടമാണ്. വന്ന് ഈ ഹൈന്ദവമായ എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നിടത്ത്, അത് ആലുവ ശിവരാത്രി ആണെങ്കിലും കൊള്ളാം, തൃശ്ശൂർ പൂരമാണെങ്കിലും കൊള്ളാം, കൊടുങ്ങല്ലൂർ പൂരമാണെങ്കിലും കൊള്ളാം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സുവിശേഷകന്മാർ ചെല്ലുകയാണ്. എത്ര പ്രാകൃതവുമായിക്കൊള്ളട്ടെ, പാരമ്പര്യമായ തങ്ങളുടെ വിശ്വാസം പുലർത്തിക്കൊണ്ട് അതിനെ നിർവഹിക്കുവാൻ അവർ അവരുടെ ദേവാലയങ്ങളിലേക്ക് പോകുന്ന വഴിക്ക് ഇവർ ഈ കവലകളിലും അവിടങ്ങളിലും ഇവിടങ്ങളിലും എല്ലാമായി ഈ വീഞ്ഞപ്പെട്ടിയിട്ട് അതിന് മുകളിൽ കയറി നിന്ന് സുവിശേഷം നടത്തുകയാണ്. അപ്പൊ ഇത് സുവിശേഷമായിരുന്നെങ്കിൽ വേണ്ടില്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷമാണ്, ശുദ്ധമായ മതസന്ദേശങ്ങളാണ്. പക്ഷെ സുവിശേഷമായിരുന്നില്ല നടത്തുന്നത്. പിന്നെയോ പരമത നിന്ന. മറ്റു മതങ്ങളിലെ, ഇവിടെ മറ്റു മതങ്ങളിലെന്ന് പറയണ്ട, സ്പഷ്ടമായിട്ട് പറയാം, ഹിന്ദു മതത്തിലെ പുരാണങ്ങളെ കുറ്റം പറയുക, അതിൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുക, അതിനെ കളിയാക്കുക, ഇതിന് പുറകെ പോകുന്നവരെ അവരെ നിന്ദിക്കുക, ഇത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുക, സത്യമായ വേദം ഇതാണെന്ന് ബൈബിൾ ഉയർത്തിക്കാട്ടി പറയുക, രക്ഷ വേണമെങ്കിൽ ഇതേ ഉള്ളൂ മാർഗമെന്ന് പ്രസംഗിക്കുക, ആഹ്വാനം ചെയ്യുക. യഥാർത്ഥത്തിൽ മതപ്രചരണം എന്ന് പറഞ്ഞ് നടന്നത് മതപ്രചരണമായിരുന്നില്ല, പിന്നെയോ പരമത ദ്വേഷമായിരുന്നു, പരമത നിന്ദയായിരുന്നു. ഇപ്പൊ ഏത് പ്രവർത്തിക്കും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമല്ലോ, സ്വാഭാവികമാണ്, പ്രകൃതി നിയമമാണ്. ഇങ്ങനെ ഇവർ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഹിന്ദുക്കളിൽ നിന്നും ആരെങ്കിലും അതിന് ബദലായിട്ടിറങ്ങും. അവരും തുടങ്ങി ഇത്. അവരുടെ പണി എന്തായിരുന്നു? ഇപ്പൊ ക്രിസ്തുമത ഛേദനവും മറ്റും ഇറങ്ങിയതോടെ പ്രസംഗിക്കാൻ നല്ല നല്ല വകുപ്പുകൾ ഒത്തു. ഇവർ ഒരു വശത്ത് നിന്ന് ഇത് പറയുമ്പോൾ ഇവരൊഴിഞ്ഞു പോകുമ്പോൾ തന്നെ അവിടെ അടുത്ത വീങ്ങപ്പെട്ടിയിൽ കയറി നിന്ന് ഹൈന്ദവരുടെ പ്രസംഗം തുടങ്ങുകയാണ്. അതും നല്ല തീപ്പൊരി പ്രസംഗമായിരിക്കും. ബൈബിളിനെയും ക്രിസ്തുവിനെയും ഒക്കെ എത്രമാത്രം ഇട്ട് കൊടയാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അവിടെയും സംഭവിക്കുന്നത് മതതത്വങ്ങളല്ല
പറയുന്നത് എന്നാണ്. അവിടെ സംഭവിക്കുന്നതും മതദ്വേഷം, മതനിന്ദ. ഒന്ന് ഓർത്തു നോക്കൂ, എത്രയോ മുമ്പേ, എത്രയോ പതിറ്റാണ്ട് മുമ്പേ ഗുരുദേവൻ വെളിപ്പെടുത്തിയതാണ്, വിളംബരം ചെയ്തതാണ് മതദ്വേഷം, ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ. ഇപ്പൊ ഏതാണ്ടൊരു 3 പതിറ്റാണ്ട് കൊണ്ട് കാലത്തിന് പല മാറ്റങ്ങളും വന്നിരുന്നു, പല പല പുരോഗതികളും വന്നിരുന്നു, പല പല അഭിവൃദ്ധികളും വന്നിരുന്നു. പക്ഷേ മനുഷ്യൻ നന്നാകുവാനുള്ള ഏകമാർഗമായ മതത്തിൻ്റെ അവസ്ഥയോ, അവിടെ മതമല്ല, മതദ്വേഷങ്ങൾ പെരുകാൻ തുടങ്ങി. ഗുരുദേവന്റെ ആ മതസങ്കല്പം, അതും ഈ സർവമത സമ്മേളനത്തിന് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് മുമ്പ് തന്നെ വെളിവായിരുന്നല്ലോ. ആത്മോപദേശ ശതകത്തിൽ മതമീമാംസ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏതാനും ശ്ലോകങ്ങളുണ്ട്. അത് ഏറെക്കുറെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് അതിവിടെ ഉദ്ധരിക്കേണ്ടതില്ല. അന്ന് മതം എന്താണെന്നും എന്തിനായിരിക്കണമെന്നും ഇനി മതദ്വേഷം അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെപ്പറ്റിയും ഒക്കെ ഗുരു ആ ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇതാ ആനയെ കണ്ട അന്ധന്മാരെ പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലയുകയാണ്. ഇത് കണ്ട് പലരും അതിലും അലയുകയാണ്. ഇത് പാടില്ല എന്ന് 1/4 നൂറ്റാണ്ട് മുമ്പേ ഗുരു വെളിപ്പെടുത്തി. ഈ ആത്മോപദേശ ശതകം ഏറെക്കുറെ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചിരുന്നു. ഇത് സ്വജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ ഇടയിലും ഇതിന് പ്രസിദ്ധി നേടിയിരുന്നു. ഒരിക്കൽ രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനോട് ചോദിക്കുകയുണ്ടായി, മനുഷ്യരെല്ലാം ഒരു ജാതിയാണെന്ന് കണ്ടാലറിയാമല്ലോ, പിന്നെ ഒരു ജാതി എന്ന് പറയേണ്ടതുണ്ടോ? അതിന് ഗുരു നൽകിയ മറുപടി എന്തായിരുന്നു? അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ പറയാതെന്ത് ചെയ്യും? തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാത്തിടത്തോളം ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം, ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം, അവരെ അതിലേക്ക് ഉണർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇവിടെ പല മതങ്ങളുടെ പ്രതിനിധികൾ വന്ന് സംബന്ധിച്ചു പോയതും ഏതാണ്ട് 10,000-ന് മുകളിൽ, 2-ാം ദിവസം എത്തുമ്പോൾ അതിനും മേലെ ആളുകൾ കൂടി എന്നതും മാത്രം നമ്മൾ കണ്ടുപോയാൽ പോരാ. ഇവിടെ ഇതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് സത്യവ്രത സ്വാമികൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഈ മതങ്ങൾ പല മതസാരവും ഏകമെന്ന് അവിടുന്ന് മൊഴിഞ്ഞതും അത് മനസ്സിലാകാതെ
ഈ ഫലവിധ യുക്തികൾ പറഞ്ഞ് പാമരന്മാർ അലയുന്നതും ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് മതം എന്നത് ബാഹ്യാചാരങ്ങളല്ല, മതം എന്നത് നിശ്ചിത ബാഹ്യാചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയല്ല, അഥവാ സമുദായമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഇതിനെയെല്ലാം സമന്വയിപ്പിക്കുന്നതിനായി പരസ്പരം മതതത്വങ്ങൾ അറിഞ്ഞ് മാനിക്കുന്നതിനായി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് അവിടുന്ന് ഉദ്ഗാനം ചെയ്തത് സർവമത സമ്മേളനത്തിന് ഒരു 4 കൊല്ലം മുമ്പാണ്. 1920കളോടെയാണ് സ്വാമി ശിഷ്യന്മാർ മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന വാണി വെളിവാകുന്നത്. ഇവിടെ സത്യവ്രത സ്വാമികൾ പറയുന്നു, ഈ ലോകത്തിൻ്റെ ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം സനാതനമായ ഈ ഒരു ഉപദേശം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് സ്വീകരിക്കുക മാത്രമാണ്. ഒരുപക്ഷെ തലമുറകളോ നൂറ്റാണ്ടുകളോ കഴിഞ്ഞേക്കാം ലോകം അത് സ്വീകരിക്കണമെങ്കിൽ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലോകം ഇത് സ്വീകരിക്കണമെങ്കിൽ നൂറ്റാണ്ടുകൾ തന്നെ കഴിഞ്ഞേക്കാം. പക്ഷേ എടുത്തു പറയുന്ന ഒരു കാര്യം, സ്വാമി ശിഷ്യന്മാർക്കും ഇതിൻ്റെ പാവനതയും പരമാർത്ഥവും ബോധ്യം വരുവാൻ, ശ്രദ്ധിക്കണേ, സ്വാമി ശിഷ്യന്മാർക്ക്, ഗുരുദേവ ശിഷ്യന്മാർക്ക്, അത് സന്യാസിമാരെന്ന് മാത്രം അർത്ഥമാക്കരുതേ, ഗുരുവിൻ്റെ അനുയായികൾക്ക് എന്ന് ധരിച്ചു കൊള്ളണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സനാതന ധർമ്മത്തിൻ്റെ പാവനതയും പരമാർത്ഥവും മനസ്സിലാകുന്നതിന് ഇങ്ങനെയൊരു സർവമത സമ്മേളനം അനിവാര്യമാണ് എന്ന് പറയുന്നു. നോക്കണേ, ഞങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങളെല്ലാം ഇത് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് അന്യമതക്കാരെ, നിങ്ങൾ വരുവിൻ, ഇത് കേൾക്കുവിൻ, നിങ്ങൾ പ്രബുദ്ധരാവുവിൻ. ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് ചിലരെങ്കിലും ധരിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനല്ല. ആത്മോപദേശ ശതകമെന്നാണ് അന്ന് ഗുരു ഇതിനെ, ഇന്നും ആത്മാവിനോട് ഉപദേശിക്കുക, സ്വയം ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ബോധ്യപ്പെടേണ്ട കാര്യം. സ്വയം തിരിഞ്ഞില്ല എങ്കിൽ, സ്വയം അറിഞ്ഞില്ല എങ്കിൽ അതെങ്ങനെ മറ്റുള്ളവരെ അറിയിക്കും? ഇങ്ങനെയൊരു സന്ദേശമാണ് പ്രഥമമായി സർവമത സമ്മേളനം നൽകുന്നത്. ഇത് നമുക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്നതിനും മറ്റ് ഉള്ളവർക്ക് അനുകരണീയമായ നിലയിലേക്ക് ആധ്യാത്മിക കാര്യത്തിൽ സ്വയം നമ്മൾ ഉണരുന്നതിനുമുള്ള ഒരു ഉണർത്തുപാട്ട് തന്നെയായിരുന്നു സർവമത സമ്മേളനം. ഇത് എത്ര കണ്ട്
നാം ചിന്തിച്ചിട്ടുണ്ട് എന്നറിയുന്നില്ല. അന്നത്തെ സമുദായത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? കുമാരനാശാനും മൂർഖോത്തുകുമാരനും മാത്രം വസ്തുനിഷ്ഠമായ നിലപാടെടുത്തു. ബാക്കി ഏറെക്കുറെ എല്ലാവരും തന്നെ ഈഴവർ ഹിന്ദുമതം ഉപേക്ഷിക്കണമെന്ന നിലപാടെടുത്തു. പി കെ മാധവന് അന്തര ഹൈന്ദവ അനുഭാവമുണ്ടായിരുന്നു, ഉറച്ച ഹൈന്ദവ അഭിമാനിയായിരുന്നു. ഒരു വേള പി കെ മാധവനും കൂടി ആണ് ഈഴവർ ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചത്. അതിനെ നമ്മൾ ഗൗരവമായിട്ടെടുക്കേണ്ട, അതൊരു തന്ത്രം എന്നുള്ള നിലയിലായിരുന്നു. അത് ഈ മതം മാറ്റം ഒരു ചെറിയൊരു സമ്മർദ്ദതന്ത്രമായി എടുത്തതിൻ്റെ ഭാഗമായിരുന്നു. എങ്കിലും അതിന് വഴിപ്പെട്ടല്ലോ. അവിടെ പല അഭിപ്രായങ്ങളുണ്ടായി. ഒരു കൂട്ടർ പറയുന്നു ക്രിസ്തുമതമാണ് ഏറ്റവും ഗുണകരം, പ്രയോജനകരം. മറ്റൊരു കൂട്ടർ പറയുന്നു ബുദ്ധമതമാണ് നല്ലത്. അവർ അതിനുവേണ്ടി എഴുതാനും ശബ്ദിക്കാനും തുടങ്ങി. അത് പിന്നെ വാദപ്രതിവാദങ്ങളായി. മുസ്ലിങ്ങളോടും അനുഭാവം കാട്ടിയ ഒരു വിഭാഗമുണ്ടായിരുന്നു. ഇത് സ്വാമി തൃപ്പാദങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ വാദപ്രതിവാദങ്ങളെന്ന് ഓർക്കണം. നോക്കൂ, ഏതാണ്ടൊരു 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മതരഹസ്യത്തെ ഗുരു വെളിവാക്കിയിരുന്നതാണ്. അടുത്ത തലമുറയും വളർന്നു വന്നു. പരിഷ്കൃത ആശയങ്ങൾ പലതും ഇവിടെ ഉയർന്നു തുടങ്ങി. വിദ്യയും അതുപോലെ തന്നെ അന്വേഷിക്കുവാനുള്ള വിവിധ സൗകര്യങ്ങളും വല്ലാതെ വർദ്ധിച്ച് അത്രയും പുരോഗമിച്ച കാലഘട്ടത്തിൽ ഇതുപോലെ അലയുകയാണ്. പലവിധ യുക്തി പറഞ്ഞ് ഉള്ളിൽ അന്യോന്യം വാദിക്കുകയാണ്. ഇവർ വാദിക്കുന്നത് എന്തിനാണ്? തങ്ങളുടെ ഭാഗം ജയിക്കാൻ. ഇപ്പൊ ഇവരുടെ വാദം, അതിൻ്റെ തീവ്രത കണ്ടാൽ തോന്നും ഇവർ എങ്ങോട്ട് ചേരാൻ ഉദ്ദേശിക്കുന്നോ അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. അത് പാലിച്ചില്ലെങ്കിൽ ഒരു കുറവാണ്. അത്ര തീവ്രതയാണ് ഇവരുടെ വാദം. കണ്ണുള്ളവർക്ക് കാണാൻ പറ്റുമായിരുന്നു ആ സർവമത നഗരിയിലേക്കുള്ള, സമ്മേളന നഗരിയിലേക്കുള്ള ആ കവാടത്തിന് മുമ്പിൽ എഴുതി വച്ച ഒരു സൂത്രവാക്യം. അതിനെ നമ്മൾ വാനോളം പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രസക്തി, അതെവിടേക്ക് ചെന്നാണ് കൊള്ളേണ്ടത്, കൊണ്ടേണ്ടടുത്ത് കൊണ്ടോ എന്ന് നമ്മൾ ഇനിയെങ്കിലും പരിശോധിക്കണം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അത് എല്ലാവരെയും ഹഠാതാകർഷിച്ച, എത്രയോ ഇടങ്ങളിൽ പ്രസക്തമായ ഒരു ഉപദേശമായിരുന്നു. ഈ സമയങ്ങളിൽ ജയിക്കാൻ വേണ്ടിയുള്ള വാദം സമുദായത്തിൽ കൊടുമ്പിരി കൊണ്ട് നടക്കുകയായിരുന്നു എന്നോർക്കണം. സത്യത്തിൽ നമ്മുടെ തന്നെ ഒരാത്മപരിശോധനയ്ക്കുള്ള
ഒരവസരമായി. ഇതിനെ നമ്മൾ കാണേണ്ടതാണ്, അങ്ങനെയും കൂടി കാണേണ്ടതാണ്. മതപരിവർത്തന രസവാദം കുമാരനാശാന് എഴുതേണ്ടി വന്നു. അപ്പൊ അതിൽ സ്വാമി തൃപ്പാദങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിൽ, മതകാര്യത്തിൽ തൃപ്പാദങ്ങളുടെ അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത്. അത് തേടേണ്ടതില്ലായിരുന്നല്ലോ. കണ്ണുള്ളവർക്ക് കാണാനും കാതുള്ളവർക്ക് കേൾക്കാനും അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ ഇങ്ങോട്ട് എത്രയോ അവസരങ്ങളുണ്ടായി. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഒരുക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് വാദിക്കുന്നത്, ജയിക്കാൻ വേണ്ടി വാദിക്കുന്നത്. സത്യവ്രതസ്വാമികൾ പറഞ്ഞത് എത്ര സത്യം! സ്വാമി ശിഷ്യന്മാർക്ക് കൂടി ഈ സന്ദേശത്തിൻ്റെ പാവനതയും പരമാർത്ഥവും ബോധിക്കുവാൻ, അവർക്കുകൂടി ബോധം വരുത്തുവാൻ. ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. അത്ര പ്രസക്തമായിരുന്നു അന്നത്തെ കാലത്ത് സർവമത സമ്മേളനം. ഇവിടെ പലതും നമ്മൾ അനുബന്ധമായിട്ട് ചിന്തിക്കണം. അത് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതിൽ ഒരു രസം തന്നെ തോന്നും. ഇപ്പൊ പലവിധ യുക്തികളെക്കുറിച്ച്, അത് അവരുടെ യുക്തി, പാമരന്മാരുടെ യുക്തിയാണ്. പണ്ഡിതന്റെ യുക്തി, പണ്ഡിതനുണ്ടല്ലോ നമുക്ക്, പരമതവാദമൊഴിഞ്ഞ പണ്ഡിതൻ, സാക്ഷാൽ സ്വാമി തൃപ്പാദം. ആ സ്വാമി തൃപ്പാദങ്ങൾക്ക് ഏറെ പ്രീതി തോന്നിയ സ്വാമികളുടെ സ്വാഗത വചനത്തിൽ ഒരു യുക്തി, പണ്ഡിത യുക്തി അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പലമതസാരവും ഏകം എന്നതിലേക്ക് നയിക്കാവുന്ന ചില ശീലങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്, രണ്ടു തരം രോഗങ്ങളുണ്ടല്ലോ. അത് ശരീരത്തിനും മനസ്സിനും. ഇതിൽ ശരീരത്തിനെ ചികിത്സിക്കുന്നതിന് വൈദ്യം എന്ന് പറയും, മനസ്സിനെ ചികിത്സിക്കുന്നതിനെ വൈദികം എന്നും പറയും. ഇപ്പൊ വൈദ്യന്മാർ ശരീര ചികിത്സ നടത്തുന്നു, വൈദികന്മാർ മാനസിക ചികിത്സ എന്ന് പറയുമ്പോൾ മനോരോഗമല്ല, ആത്മീയ ശിക്ഷണങ്ങൾ നൽകുന്നു. ഈ ശരീര രോഗ ചികിത്സയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു ചികിത്സാ സമ്പ്രദായം മാത്രമേ ഉള്ളൂ ലോകത്ത്. അത് അലോപ്പതിയുണ്ട്, ആര്യവൈദ്യമുണ്ട്, സിദ്ധവൈദ്യമുണ്ട്, ആയുർവേദമുണ്ട്, യുനാനിയുണ്ട്, ഹോമിയോ ഉണ്ട്. എത്രയോ സമ്പ്രദായങ്ങളാണ്. ആരെങ്കിലുമൊക്കെ ആവിഷ്കരിച്ചിരിച്ചതായിരിക്കുമല്ലോ ഇത്, അല്ലാതെ സ്വയം കിളിർത്തു വന്നതല്ലല്ലോ. മനുഷ്യന് വേണ്ടി, മനുഷ്യനിലൂടെ ആവിഷ്കൃതമായതത്രേ വിവിധ ദേശങ്ങളിൽ, വിവിധ കാലങ്ങളിൽ, വിവിധ മനീഷികളിലൂടെ ഇത് ആവിഷ്കരിക്കപ്പെട്ടത്.
അത് നിലനിന്ന് പോരുന്നു എന്നതിൽ നിന്നറിയാമല്ലോ. ജനം അതിനെ സ്വീകരിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടാണല്ലോ അത് നിലനിൽക്കുന്നത്. ഉപയോഗശൂന്യമായിരുന്നെങ്കിൽ എന്നേ അത് നിന്നു പോകുമായിരുന്നു. അനുദിനം അഭിവൃദ്ധിപ്പെട്ടു വരുന്ന ഈ ചികിത്സാ സമ്പ്രദായങ്ങൾ, അവിടെ പണ്ഡിത യുക്തി നോക്കുക. അലോപ്പതി സ്വീകരിക്കുന്നവൻ, ആയുർവേദം സ്വീകരിക്കുന്നവൻ, അത് അതാതിൻ്റെ അഭിരുചിക്കനുസരിച്ച് അവർ സ്വീകരിക്കുകയല്ലേ. ഒരു ചികിത്സാ സമ്പ്രദായം പോരെന്ന് കണ്ട് അടുത്ത ചികിത്സാ സമ്പ്രദായത്തിലേക്ക് പോകുന്നതിന് എന്താണ് തടസ്സം? അത് ചെയ്യുന്നുണ്ടല്ലോ. യൂറോപ്യന്മാർ കണ്ടെത്തിയതാണ് എന്ന് കരുതി അലോപ്പതിയെ ഭാരതീയർ അകറ്റുന്നില്ലല്ലോ. ആര്യവൈദ്യം ഭാരതീയമാണെന്ന് കരുതി പാശ്ചാത്യർ അതിനെ വേണ്ടെന്ന് വെക്കുന്നില്ലല്ലോ. ഇത് കണ്ടുപിടിച്ചവരുടെ ദേശമോ ഭാഷയോ വർഗമോ മതമോ ഒക്കെ നോക്കിയിട്ടാണോ നമ്മളതിനെ സ്വീകരിക്കുക? അത് അതിൻ്റെ ഗുണം കണ്ട് തങ്ങൾക്ക് അനുയോജ്യമേത് എന്ന് അവരവരുടെ വാസനയ്ക്ക് അഭിരുചിക്ക് യോജിക്കും വിധം സ്വാതന്ത്ര്യത്തോടെ അവർ സ്വീകരിക്കുന്നു. ഇനി മറിച്ച് യൂറോപ്യർക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം അലോപ്പതി, കറുത്ത വർഗക്കാർക്ക് യുനാനി, ഇങ്ങനെ ഒരു വിഭജനമില്ലല്ലോ. സർവ മനുഷ്യർക്കും ഇത് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അതിനൊന്നും ഒരു വിലക്കില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇനി സ്വാമികൾ ചൂണ്ടിക്കാണിക്കുന്നത് വൈദികത്തെക്കുറിച്ചാണ്. ആധ്യാത്മശാസ്ത്രം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതം. അതിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അതിനെ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതൊന്നുമില്ല. നന്നാവുക എന്നതാണ് അതിൻ്റെ പരമലക്ഷ്യം. ആര് നന്നാവുക? മനുഷ്യൻ നന്നാവുക. മനുഷ്യൻ നന്നായില്ല എങ്കിൽ മതം മൃതമായി. മതത്തിൻ്റെ പ്രസക്തി തന്നെ പോയി. മതമുണ്ട്, മതതത്വശാസ്ത്രമുണ്ട്, ഇതൊക്കെ ശരി. പക്ഷേ അതിൻ്റെ പ്രയോജനം അത് മനുഷ്യനെ നന്നാക്കുക. അപ്പം നന്നാക്കുക എന്ന് പറയുമ്പോൾ മൂന്നാമത് ആരെങ്കിലും വന്ന് നമ്മെ നന്നാക്കും, അങ്ങനല്ല കരുതേണ്ടത്. മനുഷ്യൻ സ്വയം അതിനു വേണ്ടി ഇച്ഛിക്കണം, യത്നിക്കണം. അതിനുള്ള വിവേകം ജന്മനാ അവനുണ്ടാകുന്ന തരത്തിലായിരിക്കണം അവൻ്റെ ജന്മവും ജീവിത സാഹചര്യവും. അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ കണ്ണികളായിട്ടാണ് തലമുറകൾ ഇവിടെ ഉണ്ടായി മറയുന്നതെങ്കിൽ ഇത് സാധ്യമാകും. ഇവിടെ പറയുന്നു, മതം ആധ്യാത്മിക കാര്യമാണ്. ഗുരു ഒരിക്കൽ വെളിപ്പെടുത്തിയത് മതം മനസ്സിൻ്റെ കാര്യമാണ്. മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ അന്തരംഗം, മനോബുദ്ധ്യാദികളെല്ലാം ഉൾപ്പെടുന്ന അന്തരംഗം, നമ്മുടെ അന്തർമണ്ഡലം. അവിടം നന്നായാൽ മനുഷ്യൻ നന്നായി. അവൻ്റെ ബുദ്ധിയും അന്ധക്കരണവുമെല്ലാം
ആ രീതിയിൽ പരിപാലിക്കപ്പെടണം. അതിന് യജ്ഞം തന്നെ വേണം. അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓരോ ജീവനും ബോധ്യമുണ്ടാവണം. ജീവിത ലക്ഷ്യം തിരിഞ്ഞിരിക്കണം എന്ന് ഒറ്റ വാക്കിൽ പറയാം. അപ്പോൾ ഇവിടെയും സ്വാമികൾ ചൂണ്ടിക്കാണിക്കുകയാണ്, വൈദ്യത്തിൽ അലോപ്പതി ആദിയായിട്ടുള്ള വിഭിന്ന സമ്പ്രദായങ്ങൾ ഉള്ളതുപോലെ വൈദികത്തിലും പല പല സമ്പ്രദായങ്ങൾ സ്വാഭാവികമല്ലേ. അവിടെ അലോപ്പതി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പല പല മതങ്ങളുണ്ട്. അവിടെ ചികിത്സാ സമ്പ്രദായത്തിന് പകരം ഇവിടെ മതങ്ങളെന്നങ്ങ് പറഞ്ഞാൽ മനസ്സിലാകും. അവിടെ ജൈനമതമുണ്ട്, ബുദ്ധമതമുണ്ട്, ഇസ്ലാം ഉണ്ട്, ക്രിസ്തുമതമുണ്ട്, ഹിന്ദുമതമുണ്ട്, പല പല മതങ്ങളുണ്ട്. ശരീര ചികിത്സയ്ക്ക് വിവിധ മാർഗങ്ങളെ അവലംബിക്കുന്നത് പോലെ ആധ്യാത്മിക കാര്യമായ വൈദികത്തിന് ഇതുപോലെ പല പല മതങ്ങളെ ഉപയോഗിക്കാൻ, സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും അങ്ങനെയുണ്ട്. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട, അത് അവരവരെ സംബന്ധിച്ച് വ്യക്തിനിഷ്ഠമായി വേണ്ടെന്ന് വെക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സഹോദരങ്ങളെ, നമുക്ക് പെട്ടെന്ന് പിടികിട്ടില്ല ഇതെന്തൊരു യുക്തി. ഇത് ഇരുന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബോധ്യപ്പെടൂ. അത് ബോധ്യപ്പെടാതിരുന്നത് കൊണ്ടാണ് സ്വാമി ശിഷ്യന്മാർക്ക് കൂടി ഇത് ബോധ്യപ്പെടുന്നതിലേക്ക് എന്ന് അവിടെ വ്യക്തമാക്കപ്പെട്ടത്. ഇനി മറ്റൊരു പണ്ഡിതയുക്തി നോക്കൂ, അത് കുറെ കൂടി വ്യക്തമാണ്. അതെന്താണ്? ശാസ്ത്രജ്ഞാനം, സാഹിത്യം, കല, ഇതിനും മതമുണ്ടോ? ഇതിനും മതമില്ല. ഒരു ക്രിസ്ത്യാനി എഴുതിയ സാഹിത്യം ഒരു ഹൈന്ദവന് രസിക്കുക തന്നെ ചെയ്യും. ഒരു ഹൈന്ദവൻ ആടുന്ന നടനം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ദഹിക്കുക തന്നെ ചെയ്യും. സാഹിത്യം, കല, സംസ്കാരം, ഇനി ശാസ്ത്രജ്ഞാനം. നോക്കൂ, ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് എന്തെല്ലാമാണ് അനുദിനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കണ്ടെത്തലിൻ്റെ പ്രയോജനം ഇതേത് ദേശക്കാരൻ, ഏത് ഭാഷക്കാരൻ, ഏത് മതക്കാരൻ അല്ലെങ്കിൽ ഏത് ജാതിക്കാരൻ കണ്ടെത്തിയതാണ് എന്ന് നോക്കിയിട്ടാണോ നമ്മളത് സ്വീകരിക്കുക? ഇത് സാർവജനീനമായി തീരുന്നുണ്ട്, ആർക്കും സ്വീകാര്യവും ആർക്കും പ്രയോജനപ്രദവുമായി മാറുന്നുണ്ട്. അതിനെ ആക്ഷേപമില്ലാതെ, വൈമുഖ്യമില്ലാതെ ലോകം ഒന്നടങ്കം സ്വീകരിക്കുന്നുണ്ടല്ലോ. പല സംസ്കാരങ്ങളും പല കലകളും ഓരോ ദേശം വിട്ട് അന്യദേശങ്ങളിലേക്ക് കൂടി കടന്നു ചെന്നത് ഇതിന് ദേശമോ ഭാഷയോ ഒന്നും ബാധകമല്ല എന്നതിൻ്റെ തെളിവാണ്. ആധുനിക കാലത്ത് വിവർത്തനങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. ഗ്രീക്ക് പുരാണങ്ങൾ അതിവിടെയും ഇവിടുത്തെ പുരാണങ്ങൾ പാശ്ചാത്യ നാടുകളിലും പ്രചരിച്ചതെങ്ങനെ?
അവർക്ക് അവരുടേതായ പുരാണങ്ങളില്ലേ. അങ്ങനല്ല, അതിനെ സാഹിത്യമായിട്ടും അത് മനുഷ്യന് രസോപാധിയായിട്ടും കാണാൻ ഇതൊന്നും തടസ്സമല്ല. ചുരുക്കി പറഞ്ഞാൽ സാഹിത്യവും ശാസ്ത്രജ്ഞാനവും കലകളുമെല്ലാം സാർവജനീനമാണെങ്കിൽ, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യമാണെങ്കിൽ, ആധ്യാത്മിക തത്വങ്ങളും ഇതേ രീതിയിൽ തന്നെ എന്തുകൊണ്ട് സ്വീകാര്യമാകുന്നില്ല? ഇത് സത്യവ്രതസ്വാമികൾ സൂചിപ്പിച്ചല്ലോ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞേ ജനങ്ങൾ ഇത് സ്വീകരിക്കും, തലമുറകൾ കഴിഞ്ഞ്. നോക്കൂ, ഗുരുവിൻ്റെ കാലത്ത് ഗുരുവിൽ നിന്നും നേരിട്ട് അനുഗ്രഹം ലഭിച്ച ശിഷ്യോത്തമന്മാർ എത്ര മനോഹരമായി തത്വങ്ങളെക്കുറിച്ച് പാടി, പറഞ്ഞു, പ്രസംഗിച്ചു. അങ്ങനെയുള്ള പ്രവചനങ്ങൾ നടന്നിടത്തൊക്കെ ചിത്രത്തിലെഴുതിയതുപോലെ ജനങ്ങളത് ശ്രദ്ധിച്ച് ലയിച്ച് രസിച്ചിരുന്നു. അതൊന്നും വിരസമായിരുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോകുന്നു. കൂടുതൽ കൂടുതൽ ലൗകിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമൂഹം, ആത്മീയമായ അടിത്തറയില്ലാതെ ലൗകികമായ സ്വാതന്ത്ര്യത്തെ ആർജിക്കാൻ ശ്രമിച്ചാൽ അത് നിലനിൽക്കില്ല എന്ന് തിരിച്ചറിയാതെ പോകും. ആധ്യാത്മികമായ അടിവേരുണ്ടേ എങ്കിൽ അതെത്രത്തോളം വളർന്ന് പടരും എന്ന് തിരിച്ചറിയാതെ പോകും. ഗുരു തന്നെ ഒരു ദൃഷ്ടാന്തമായി ഇതാ മുമ്പിൽ നിൽക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഒരു വൃക്ഷത്തിന് വേരെ എന്നതുപോലല്ലേ ആധ്യാത്മികത? ആ വേരിലാണ് ആ വൃക്ഷത്തിന്റെ ബലം. ആ വേരെത്ര കണ്ട് ആഴ്ന്ന് പടർന്ന് പായുന്നു, അതനുസരിച്ചിരിക്കും അതിൻ്റെ കരുത്തും അതിൻ്റെ വ്യാപ്തി. ഇതാണ് നമ്മുടെ പൂർവികർ, നമ്മളും മറന്നുപോയത്. ഗുരു അത് തെളിയിച്ചല്ലോ. ഭൗതികമായ അഭിവൃദ്ധി ഗുരുവിനുണ്ടാകാതിരുന്നുവോ? ഒഴിഞ്ഞൊഴിഞ്ഞു മാറിയാലും പിന്നാലെ പിന്നാലെ കൊണ്ട് സമർപ്പിക്കുകയായിരുന്നു ഗുരുപാദങ്ങളിൽ പലതും. ഇങ്ങനെ തന്നെ തൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട സമർപ്പിതമായ സ്വത്തുക്കൾ അത്രയും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെ ഏൽപ്പിച്ചതല്ലേ? യോഗത്തെ അതിൻ്റെ പൂർണ്ണമായ ചുമതല ഏൽപ്പിച്ച്, അതിൻ്റെ ഭരണ നടത്തിപ്പല്ല സഹോദരങ്ങളെ, പൂർണ്ണമായും അതിന് എഴുതി കൊടുത്തിട്ടാണ് തൃപ്പാദങ്ങൾ ആലുവായിലേക്ക് വരുന്നത്. അതിൻ്റെ വിവരങ്ങളൊന്ന് രേഖപ്പെടുത്തി, അതൊന്ന് ചിട്ടപ്പെടുത്തി വ്യവസ്ഥപ്പെടുത്തി വെക്കാൻ പോലും യോഗത്തിന് കഴിഞ്ഞില്ല സഹോദരങ്ങളെ. രേഖപ്പെടുത്താതെ പോയ പല വസ്തുക്കളും അന്യാധീനപ്പെടുന്ന ദുരവസ്ഥയുണ്ടായി. വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല. ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കിടയിൽ വന്ന ഈ സമ്പത്തിന് വന്ന ഗതികേട് അതാണ് സൂചിപ്പിച്ചത്. ഇത് നമ്മൾ വസ്തുത കണ്ണു തുറന്നു തന്നെ കാണണം. അത് ഗുണകരമാവില്ല എന്ന് കണ്ടപ്പോൾ തൃപ്പാദങ്ങൾ അത്
തിരിച്ചെടുക്കുന്നു 4 കൊല്ലത്തിന് ശേഷം. ആ സമയവുമൊക്കെ സമുദായം നിഷ്ക്രിയമായിരുന്നു എന്ന് കരുതാൻ പറ്റുമോ? SNDP യോഗത്തിന് ശാഖകളൊന്നും ഉണ്ടായില്ലായിരുന്നെങ്കിലും പലയിടങ്ങളിലും പ്രാദേശിക സമാജങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പലയിടങ്ങളിലും ക്ഷേത്രങ്ങൾ ഉയരാൻ തുടങ്ങിയിരുന്നു. ക്ഷേത്രങ്ങളൊന്നും സ്ഥാപിക്കാൻ കഴിയാതെ പോയ ഇടങ്ങളിൽ പോലും ഭജനമഠങ്ങളില്ലെങ്കിൽ ഗൃഹങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഭജനകളോ ഒക്കെയായി. ഇവർക്കെല്ലാം ഒറ്റ കാര്യത്തിലേ ശ്രദ്ധയുള്ളൂ: ആഘോഷങ്ങൾ. എന്തിനേയും ആഘോഷമാക്കുക, അതിനെ എങ്ങനെ പൊലിപ്പിക്കാം. ആ കാലത്തൊക്കെ ഈ മതദ്വേഷം മാത്രമല്ലല്ലോ ഉള്ളത്. അന്യജാതിക്കാർ നിന്ദിക്കുമ്പോൾ അതും പാമരന്മാരാണത് ചെയ്യുന്നത്. അതിനെ ഒട്ടും ഗവനിക്കേണ്ടതില്ല, അതിനുള്ള അറിവില്ല. ഒറ്റപ്പെട്ട ആരെങ്കിലും എന്തോ പറഞ്ഞു, ഫൽസിച്ചു, അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആർഭാടമായിട്ട് നമ്മുടെ അടിയന്തരാദികൾ നടത്തുക, നമ്മളുടേതായ ആഘോഷങ്ങൾ നടത്തുക. SNDP യോഗത്തിന്റെ വാർഷികങ്ങൾ കെങ്കേമങ്ങളായിരുന്നു എന്നതിൽ തർക്കമില്ല. പക്ഷേ ഒരാൾ ഉള്ളു നീറിക്കൊണ്ട് 1908 എന്ന് പറയുമ്പോൾ യോഗത്തിനൊന്നൊരു 5 വയസ്സേ കാണൂ. കുമാരനാശാൻ രാജിവെക്കാൻ പലവട്ടം ഒരുങ്ങുന്നുണ്ട്, ഒഴിയാൻ. അതിന്റെ കാരണം ആരും തേടിയില്ല. സ്വാമി തൃപ്പാദങ്ങൾക്കതറിയാമായിരുന്നു. തൃപ്പാദങ്ങളുടെ അനുജ്ഞ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒഴിയാതിരുന്നത്. എന്താണ് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തിയത്? അദ്ദേഹത്തിന്റെ ചില ലേഖനങ്ങളൊക്കെ വായിച്ചു നോക്കണം. ഒരു ലക്ഷ്യമില്ലാതെ അപ്പപ്പ കിട്ടുന്ന സന്ദർഭങ്ങൾ കൊഴുപ്പിക്കുക, ഇതിലുള്ള ജ്വരം പറയാൻ കൊള്ളില്ല. യോഗ വാർഷിക നടപടി ക്രമങ്ങളിൽ ശ്രദ്ധിക്കുന്നവർ വളരെ കുറവായിരുന്നത്രേ. ഇതിനോടനുബന്ധിച്ച് കലാവിരുന്നുകൾ കാണും, പല പല പരിപാടികൾ കാണും. ചില നടപടികൾ നടക്കാതെയും പോയി. ഗുരുദേവൻ SNDP യോഗത്തിന് വിട്ടുകൊടുത്ത ശിവഗിരി മഠമടക്കമുള്ള സ്വത്തുക്കൾ അതിനൊരു ഭരണവ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയ വാർഷിക യോഗം. ഈ വിഷയമേ ചർച്ച ചെയ്തില്ല. കാരണം നേരം കിട്ടിയില്ല. വലിയ വലിയ ആഘോഷങ്ങളിലായിരുന്നത്രേ. എത്ര നിരാശപ്പെട്ടാണ് ആശാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒന്നോർത്തു നോക്കൂ. ആലുവ സർവമത സമ്മേളനത്തിന് അങ്ങനെ ഒരു ദുർഗതി ഉണ്ടായില്ല. തൃപ്പാദങ്ങൾ ഏതാണ്ട് മുഴുവൻ സമയവും 3 ദിവസമായി സംഘടിപ്പിക്കാനാണ് ഇരുന്നത് എന്നത് സ്വാമികളുടെ പത്രപരസ്യത്തിൽ നിന്നും ഊഹിക്കാവുന്നതാണ്. പിന്നീട് അതിൻ്റെ കാര്യപരിപാടി നിശ്ചയിച്ച് അത് 2 ദിവസമായി ചുരുക്കി. പൂർണ്ണ സമയവും തൃപ്പാദങ്ങൾ ആ സമ്മേളനത്തിലിരുന്നു. അവിടെ പ്രവചിക്കപ്പെട്ടതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ച് നോക്കൂ. അറിവിൻ്റെ നിറവാണ്, അറിവ് തന്നെയാണ് അവിടുന്ന്.
അവിടുന്ന് അവിടെ ചെയ്ത ആ തപസ്സിനെ കുറിച്ച് ആരറിഞ്ഞു? ഇതാ ഒരാളെങ്കിലും ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ, സത്യം എന്നൊന്നുണ്ടല്ലോ പ്രപഞ്ചത്തിന്റെ ആധാരമായി. അവിടെ ഇതാ ഒരു സത്യദർശി തന്നെ ഇതെല്ലാം അനുഷ്ഠിച്ച് സാക്ഷാത്കരിച്ച അവിടുന്ന് തന്നെ ശ്രോതാവായി. കാരണം കേൾക്കപ്പെട്ടെങ്കിലല്ലേ ആ വാക്കുകൾക്കൊരർത്ഥമുള്ളൂ. ഇവിടെ നോക്കൂ, തൃപ്പാദങ്ങൾ അതുപോലെ ജാഗരൂകനായിരിക്കുമ്പോൾ അതിനെ അനുകരിക്കാനും അവിടെ കൂടിയ ആയിരങ്ങൾ നിർബന്ധിതമായി എന്നതാണ്. ഇതുണ്ടാക്കിയ ഒരു നല്ല പ്രവണതയുണ്ട്. പലരും അതിനോട് വിയോജിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ നല്ല പ്രവണത എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു പുതിയ സംസ്കാരം അതോടെ ഉണ്ടായി. ശ്രീനാരായണീയമായ എല്ലാ ചടങ്ങുകളിലും വിവിധ മതസ്ഥരെ വരുത്തി പ്രസംഗിക്കുക എന്ന നല്ല സംസ്കാരം. ഇപ്പോൾ ഇതിനോട് വിയോജിപ്പുള്ളവർ ചോദിക്കുന്നത്, നമ്മളെ അങ്ങോട്ട് വിളിക്കാത്തടത്ത് നമ്മൾ അവരെ എന്തിനിങ്ങോട്ട് വിളിക്കണം? അത് പാമര വാക്കാണ്. അതെന്തിനു നമ്മൾ നോക്കണം? ഇവിടെ സ്വാമികൾ എടുത്തു പറയുന്നു, സഹവർത്തിത്വത്തിലൂടെ, സഹവാസത്തിലൂടെ. അങ്ങനെയാണ് അന്യോന്യം ബഹുമാനം തോന്നുക. മറ്റാരും ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അതിനെയല്ല പ്രമാണമാക്കേണ്ടത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തന്നെ ഒരു വ്രതം വേണം. അതിൽ നിന്ന് നാം ചലിച്ചുകൂടാ. ഇന്നും നമ്മളത് പിന്തുടരുന്നുണ്ട്. അതിൻ്റെതായ നന്മ നമുക്ക് ഇല്ലാതെയുമില്ല. അപ്പോൾ ഇവിടെ എല്ലാ മതങ്ങളും സമബുദ്ധിയോടെ പഠിക്കുക. നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്നത് സർവമത സമ്മേളനത്തെ തുടർന്നാണ് തൃപ്പാദങ്ങൾ ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞത് എന്നാണ്. അങ്ങനല്ല സഹോദരങ്ങളെ. സത്യവ്രത സ്വാമികൾ വെളിവാക്കുന്നത് എല്ലാ മതങ്ങളെയും ഒരുപോലെ പഠിപ്പിക്കുന്ന, എല്ലാ മതങ്ങളും ഒരുപോലെ പഠിക്കാവുന്ന സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നുള്ളത് വളരെ മുമ്പേ തന്നെയുള്ള തൃപ്പാദങ്ങളുടെ ആഗ്രഹമായിരുന്നു എന്നാണ്. അല്ലാതെ സർവമത സമ്മേളനം നടത്തി അതെല്ലാം കേട്ടതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ കൽപ്പിച്ചു എന്ന് ഇങ്ങനെ അലസമായി പറഞ്ഞും ധരിച്ചും പോകുകയല്ല വേണ്ടത്. ഈ പണ്ഡിത വചനങ്ങൾ അതിനകത്ത് പാടില്ല. ഓരോ വാക്കും എടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പൊരുൾ മനസ്സിലാകൂ. തൃപ്പാദങ്ങൾക്ക് പണ്ടേ തന്നെയുള്ള അഭിപ്രായമായിരുന്നത്രേ എല്ലാ മതങ്ങളും സമബുദ്ധിയോടെ. അതങ്ങനെ ഒരു വിജ്ഞാപനം വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു പ്രയോഗം ഹൃദിസ്ഥമാക്കുന്നത്. സമബുദ്ധിയോടെ, വിശ്വാസത്തോടെ, പരസ്പര വിശ്വാസത്തോടെ എല്ലാവരും പഠിക്കുന്ന സ്ഥാപനങ്ങൾ. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. അവിടെ സ്വാമികൾ പറയുന്ന ഒരു കാര്യം, മുന്നോട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്
ഒരു ഹിന്ദു പിതാവിന് ജനിച്ചത് കൊണ്ടായിരിക്കരുത് ഒരുവൻ ഹിന്ദുവാകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഹിന്ദു പിതാവിന്, ഹിന്ദു മാതാപിതാക്കൾക്ക് ജനിച്ച സന്താനമായതുകൊണ്ടല്ല ഒരുവൻ ഹിന്ദുവാകേണ്ടത്. ഹിന്ദുമതം പഠിച്ചത് കൊണ്ടായിരിക്കണം അവൻ ഹിന്ദുവാകേണ്ടത്. സത്യവ്രത സ്വാമികൾ പറഞ്ഞില്ലേ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇത് മനസ്സിലാകുമെന്ന്. ഇപ്പോഴും നമ്മൾ ഇത് കേട്ടോ മനസ്സിലാക്കി എന്ന് ഭാവിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഒരുവനൊരു യോഗ്യത, ഒരു ന്യായാധിപനായിക്കൊള്ളട്ടെ, വേഷമിട്ടതുകൊണ്ട് ന്യായാധിപനായോ, യൂണിഫോം ധരിച്ചതുകൊണ്ട് പട്ടാളക്കാരനായോ, അവനതിൻ്റെ അറിവും പരിജ്ഞാനവും പരിശീലനവുമില്ലാതെ എങ്ങനെയാകും? മറ്റെല്ലാ കാര്യത്തിലും നമ്മളത് പാലിക്കുന്നുണ്ട്. പരിജ്ഞാനമില്ലാതെ, അനുഷ്ഠാനമില്ലാതെ, പരിശീലനമില്ലാതെ അതായിത്തീരില്ല. ഒരു ക്രിസ്ത്യാനിയാകാൻ എന്തെളുപ്പം! ക്രിസ്ത്യാനിക്ക് ജനിച്ചാൽ മാത്രം മതി. ഒരു ഹിന്ദുവാകാൻ എന്തെളുപ്പം! ഒരു പണിയില്ല, ജനനാ തന്നെ അവനായിരിക്കുന്നു. ഇതേ യുക്തി തന്നെ തിരിച്ചു ചോദിക്കട്ടെ. ഒരു ഡ്രൈവറുടെ മകൻ അങ്ങനെ ഡ്രൈവറാകട്ടെ, ജനനാ തന്നെ ആകുമോ? ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടറായി തീരട്ടെ, അങ്ങനെ ആകുമോ? ഡോക്ടർക്ക് ജനിച്ചവനാണെങ്കിലും ഡോക്ടറാകാനുള്ള യോഗ്യതകൾ നേടിയെങ്കിൽ മാത്രമേ അവൻ ഡോക്ടറാകൂ. ഇതുപോലെ ആയിരിക്കണം മതം. ഇത് ഈ മറ്റ് എന്തിലും എന്നതുപോലെ ഇതിലും യജ്ഞം ആവശ്യമാണ്. ഒരു മതവിശ്വാസിയാകണമെങ്കിൽ അത് പരിശീലിച്ചു തന്നെയാകേണ്ടതാണ്, അറിഞ്ഞു തന്നെയാകേണ്ടതാണ്. ഇങ്ങനെ നാനാതരത്തിൽ കൂടി നമ്മളുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടായിരുന്നു പലതും നമുക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും സർവമത സമ്മേളനത്തിന്റെ പ്രസക്തി അതാണ്. ആണ്ടോടാണ്ടിത് നടക്കുമ്പോൾ ഗ്രാമാന്തരങ്ങളിലെല്ലാം ഗുരുജയന്തിക്കായിക്കൊള്ളട്ടെ, മഹാസമാധിക്കായിക്കൊള്ളട്ടെ, മറ്റ് വിശേഷ സന്ദർഭങ്ങളിലായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ളതൊക്കെ നടക്കുമ്പോൾ ഇതുപോലുള്ള സന്ദേശങ്ങളെ ഉണർത്തിക്കുവാനായിരിക്കണം മുമ്പോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഈ സംഭാഷണം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.